ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെ ഇടിപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റൂ ആണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. 7-8 മണിക്കൂറെങ്കിലും ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർക്കണം. പിന്നെ എടുത്തേക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, അതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റ്, ഒരു സവാള. പിന്നെ എടുത്തേക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കണില്ല, കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർക്കുന്നുള്ളൂ ലാസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, സവാള, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസും വെജിറ്റബിളും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്നത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചില ഗ്രീൻ പീസിന് വേവ് കൂടുതലുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പം നമ്മുടെ കുക്കർ അടച്ച് വെച്ച് കൊടുത്തു. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഗ്രീൻ പീസും വെജിറ്റബിൾസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ ഫെന്നൽ സീഡ്സ്, വലിയ ജീരകം. ഇതിലേക്ക് 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണമാണ്. അതേപോലെ തന്നെ 2 ഏലക്ക, 2 ഗ്രാമ്പൂ. ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സവാള കളർ ചേഞ്ച് ആകുന്നവരെ ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായാൽ മതി. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പോളം ഉണ്ടാകും. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ചേർക്കണില്ല. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് സ്റ്റൂ. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാനാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.